ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിംഗ് റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് ആൻഡ് ഡെഫിനീഷൻസ് ആണ്. ഓക്കെ, അതായത് പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, കവറേജ് ഓഫ് ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ബിൽഡിംഗ് ലൈൻ, സെറ്റ് ബാക്ക് ലൈൻ, അതുപോലെ തന്നെ ഹെഡ് റൂം, പിന്നെ മെസനൈൻ ഫ്ലോറ്, പിന്നെ ബേസ്മെൻറ്റ് ഫ്ലോർ ലിങ്ക് തുടങ്ങിയ കുറേ ടേംസുകൾ നമ്മൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങിലേക്ക് കടക്കാനായിട്ട്. എല്ലാം തന്നെ ചില ഗൈഡ് ലൈൻസ് നമുക്ക് കോഡുകളിൽ നിന്നെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പിന്നെ പ്ലിന്ത് ഏരിയ, അതുപോലെ തന്നെ ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ തുടങ്ങിയ ഡിഫറെൻറ്റ് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏതൊക്കെ ഏരിയ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ ഏരിയ കൺസിഡർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കോഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫ്ലോർ ഏരിയ റേഷ്യോ, എന്താണ് കവറേജ് ഓഫ് ബിൽഡിംഗ്, പിന്നെ എന്താണ് മെസനൈൻ ഫ്ലോർ എന്താണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്ലിന്ത് ഏരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ വിച്ച് ഈസ് മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി ഓഫ് ദ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ആണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എൻറ്റയർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ അപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാൾസ് ഓഫ് ദ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ പറഞ്ഞു നമ്മൾ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഏരിയ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. യൂഷ്വലി ഇറ്റ് ഈസ് 10-20% മോർ ദാൻ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് കാർപ്പറ്റ് ഏരിയ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്ലിന്ത് ഏരിയയുടെ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു റൂമിൽ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വാളിൻ്റെ തിക്നെസ് കൂടി, ആ വാളിൻ്റെ ഏരിയ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് പ്ലിന്ത് ഏരിയ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ ഏതൊക്കെ ഏരിയ ഇൻക്ലൂഡ്സ് ഉണ്ട് എന്നുള്ളത് കോഡ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് ദ വാൾ അറ്റ് ദ ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിങ് പ്ലിന്ത് ഓഫ്സെറ്റ്. നമ്മൾ പ്ലിന്തിൽ വരുന്ന ഓഫ്സെറ്റ് ഉണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള പ്ലിന്ത് ഓഫ്സെറ്റ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വാളിൻ്റെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാഫ്റ്റ് ഫോർ സാനിറ്ററി, വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻസ്, ഗാർബേജ് ചൂട്ട്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, ഫയർ ഫൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് ആൻഡ് ലിഫ്റ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഷാഫ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയ എല്ലാതിൻ്റെയും തന്നെ എന്ത് പറയുന്നുണ്ട്, ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഷാഫ്റ്റുകളാണ്. നമ്മൾ വാളിനകത്തും നമ്മൾ ഇത്തരത്തിലുള്ള ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഓപ്പൺ വരാന്ത ഉണ്ട്, പിന്നെന്താണ് ബാൽക്കണി ഉണ്ട്. ഓക്കെ, ഓപ്പൺ വരാന്ത ആൻഡ് ഓൾസോ ബാൽക്കണി. പിന്നെ അക്ലോവ് മെയ്ഡ് ബൈ കാൻഡിലിവറിങ് സ്ലാബ്. ഓക്കെ, കാൻഡിലിവർ പോലുള്ള സ്ലാബ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ആക്ലോവ് നമ്മുടെ വാളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അതായത് 25% ഓഫ് ഹൈറ്റ് അപ് ടു 1 മീറ്റർ. 1 മീറ്റർ വരെ ഹൈറ്റുള്ള അക്ലോവ് ആണെങ്കിൽ 25% ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ 1 to 2 മീറ്റർ ആണെങ്കിൽ 50% ഏരിയ, ആൻഡ് മോർ ദാൻ 2 മീറ്റർ ആണെങ്കിൽ 100% ഏരിയ ഓഫ് ദ അക്ലോവ് ഈസ് കൺസിഡേർഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ഏരിയ ആണ് നമ്മളെ പ്ലിന്ത് ഏരിയയിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഏരിയ ഓഫ് ദ ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഒരു സ്റ്റോറേജ് സ്പേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മുടെ ബിൽഡിങ്ങിൽ. അതുപോലെ തന്നെ ഏരിയ ഓഫ് ആർക്കിടെക്ചറൽ ബാൻഡ് ആൻഡ് കോർണീസ്. അപ്പോൾ ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാൻഡുകളും കോർണീസുകളുടെ ഏരിയ ഒന്നും തന്നെ പ്ലിന്ത് ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൂടാതെ ഏരിയ ഓഫ് വെർട്ടിക്കൽ സൺ ബ്രേക്കേഴ്സ് ഓർ box louvers projecting out and other architectural features, for example slab projection for flower pot etc. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയാസ് ഒന്നും തന്നെ നമുക്ക് പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓപ്പൺ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ടെറസ് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓപ്പൺ സ്പൈറൽ സർവീസ് സ്റ്റെയർ കേസ്. പിന്നെ എന്താണ് ഏരിയ ഓഫ് മംതി, മെഷീൻ റൂം, ടവേഴ്സ്, turrets, domes,
പ്രൊജക്റ്റിംഗ് എബോവ് ദ ടെറസ് ലെവലിന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ ഏരിയയും തന്നെ നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത് എൻറ്റയർ കാർപ്പറ്റ് ഏരിയ വരുന്നുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാൾസിൻ്റെ ഏരിയ വരുന്നുണ്ട്, അതുപോലെ യൂട്ടിലിറ്റി ഡക്സ് വിത്തിൻ ദ വാൾസ് ഓഫ് ദ യൂണിറ്റ്. ഓക്കെ, യൂട്ടിലിറ്റി ഡക്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഫ്ലൂസ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാത്തത് കോമൺ ഏരിയാസ് ആണ്, ലോബീസ്, ഗേറ്റ് വേ തുടങ്ങിയ ഏരിയാസ് ആണ് കൺസിഡർ ചെയ്യാത്തത്. അടുത്തത് കാർപ്പറ്റ് ഏരിയ ആണ്. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ് യൂസബിൾ ഏരിയ വിത്തിൻ ദ ബിൽഡിംഗ്. അതായത് നമ്മൾ സാധാരണ കാർപ്പറ്റ് വിരിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് കാർപ്പറ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ കാർപ്പറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലിന്ത് ഏരിയ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയാസിൽ നിന്നും കുറച്ച് ഏരിയാസ് ഡിഡക്റ്റ് ചെയ്താൽ മതിയാവും. ഏതൊക്കെ ഏരിയാസ് ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അതായത് വരാന്ത, പാസേജ്, കൊറിഡോർ, പോർച്ച്, അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ പോർഷൻ, വാട്ടർ ക്ലോസറ്റ് ആൻഡ് ബാത്റൂം, പിന്നെ തിക്നെസ് ഓഫ് ദ വാൾ ആൻഡ് ഓൾസോ വെർട്ടിക്കൽ ഷാഫ്റ്റ് ഫോർ ഡ്രെയിനേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയാസ് എല്ലാം പ്ലിന്ത് ഏരിയയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടാവുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ കോഡിലും പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിഡക്റ്റ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് വരാന്ത, കൊറിഡോർ ആൻഡ് പാസേജ്, എൻട്രൻസ് ഹാൾ ആൻഡ് പോർച്ച്, സ്റ്റെയർ കേസ് ആൻഡ് സ്റ്റെയർ കവർ, ഷാഫ്റ്റ് ആൻഡ് മെഷീൻ റൂം ഫോർ ബാത്റൂം ആൻഡ് ലെവറ്ററി, അതുപോലെ തന്നെ കിച്ചൺ ആൻഡ് പാൻട്രി, പിന്നെ സ്റ്റോർ റൂം, പിന്നെ ക്യാൻറ്റീന്, പിന്നെ കണ്ടീഷനിങ് ഡക്ട് ആൻഡ് പ്ലാന്റ് റൂം, അതുപോലെ തന്നെ ഷാഫ്റ്റ് ഫോർ സാനിറ്ററി, വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻസ് ആൻഡ് ഗാർബേജ് ജൂട്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, ലിഫ്റ്റ് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും പോർഷൻസിൻ്റെ എല്ലാം തന്നെ ഏരിയ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാർപ്പറ്റ് ഏരിയ കിട്ടും. ഓക്കെ, നമ്മൾ പ്ലിന്ത് ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും എല്ലാ ഏരിയയും തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂസബിൾ ഏരിയ ഓൺ ഈച്ച് ഫ്ലോർ. എല്ലാ ഫ്ലോറിലെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പോർച്ച്, അതുപോലെ തന്നെ ഈച്ച് ഫ്ലാറ്റ് ഏരിയ ഇൻ സിംഗിൾ ഫ്ലോർ ഫോർ അപ്പാർട്ട്മെൻറ്റ്, കൊറിഡോഴ്സ്, പിന്നെ ഡോർ സ്വിംഗ് പ്ലേസ് തുടങ്ങിയ എല്ലാ ഏരിയയും തന്നെ നമ്മൾ ഫ്ലോർ ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അതിനെ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫ്ലോർ ഏരിയ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ FSI അല്ലെങ്കിൽ FAR ഈസ് ഈക്വൽ ടു ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ ആണ്. അതായത് നമ്മളുടെ ബിൽഡിംഗ് നിൽക്കുന്ന പ്ലോട്ടിൻ്റെ എൻറ്റയർ ഏരിയ ആണ് പ്ലോട്ട് ഏരിയ. ആ ഒരു പ്ലോട്ടിൽ എത്രത്തോളം ഏരിയ ആണ് ഈ ബിൽഡിംഗ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതിൻ്റെ വാല്യൂ ആണ് FSI എന്ന് പറയുന്നത്. ഈ FSI എന്ന് പറയുന്ന വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക ഗവൺമെൻറ് അതോറിറ്റീസൊക്കെയാണ്. അതുപോലെ തന്നെ കോഡിലും ഇതിന് പറയുന്ന കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. FAR വാല്യൂ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സ് നോക്കിക്കൊണ്ടാണ്. അതായത് ആ ഒരു പ്രദേശത്തിലെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവിടെ വരുന്ന ഡെവലപ്മെൻറ്റ്സ്, അവിടെയുള്ള സീവറേജ് സിസ്റ്റം, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, വാട്ടർ സപ്ലൈ സ്കീം, അവിടുത്തെ റോഡിൻ്റെ കപ്പാസിറ്റി തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രദേശത്തിൽ FAR എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൽ ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്സും അതിൻ്റെ ഒക്യുപ്പൻസി ക്ലാസിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സിലും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് FSI ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു FSI എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഒരു പ്ലോട്ടിൽ എത്ര ഏരിയ നമ്മൾക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് FSI എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂവിനെ നമ്മളുടെ ടോട്ടൽ പ്ലോട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനാണ് FSI പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കവറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് കവേർഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലോട്ട് ഏരിയ ആണ്. നമ്മുടെ പ്ലോട്ട് ഏരിയയിൽ ആ ബിൽഡിംഗ് കവർ ചെയ്തിരിക്കുന്ന ഏരിയ എത്രത്തോളം വരുന്നു എന്നാണ് കവറേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡും അതുപോലെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളും പ്രകാരം നമ്മൾ ബിൽഡിങ്ങിനെ ഒക്യുപ്പൻസി ബേസ് ചെയ്തുകൊണ്ട് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, അസംബ്ലി ബിൽഡിംഗ് തുടങ്ങി പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം ക്ലാസിഫിക്കേഷനുള്ള പലതരത്തിലുള്ള ബിൽഡിങ്സിന് ഡിഫറെൻ്റ് ആയിട്ടാണ് FSIയും അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ കവറേജും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള
കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ തന്നെ അവിടെ ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനും പ്രൊവൈഡ് ചെയ്യാവുന്ന മാക്സിമം പെർമിസിബിൾ കവറേജും അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സിൽ നമ്മൾ FSI എന്ന് പറയുന്നത് വിത്തൗട്ട് അഡീഷണൽ ഫീയും അതുപോലെ തന്നെ വിത്ത് അഡീഷണൽ ഫീ ഓഫ് 5,000 പെർ സ്ക്വയർ മീറ്റർ ഫോർ ദ അഡീഷണൽ ഏരിയ എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേയബിൾ ആയിട്ട് നമുക്ക് പേ ചെയ്തുകൊണ്ട് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഓരോ ബിൽഡിംഗ് ആയിട്ട് നോക്കുമ്പോൾ റെസിഡൻഷ്യൽ A1 ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 65% ആണ് മാക്സിമം പെർമിസിബിൾ കവറേജ് ആയിട്ട് ഉള്ളത്. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ FSI ആയിട്ട് വിത്തൗട്ട് അഡീഷണൽ ഫീ ആണെങ്കിൽ 3 ആണ് ആൻഡ് വിത്ത് അഡീഷണൽ ഫീ ആണെങ്കിൽ 4 ആണ്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വരുന്ന A2 കാറ്റഗറിയാണ് ലോഡ്ജിങ് ഹൗസസ് ആൻഡ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ. അപ്പോൾ അതിൽ വരുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത് 65 ആണ്. അതുപോലെ തന്നെ വിത്തൗട്ട് അഡീഷണൽ ഫീ മാക്സിമം പെർമിസിബിൾ FSI 2.5 ആണ്. വിത്ത് അഡീഷണൽ ഫീ അത് 4 ആണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിൽ അപ് ടു ഹയർ സെക്കൻഡറി ലെവലുണ്ട്, മറ്റ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഉണ്ട്. അപ് ടു ഹയർ സെക്കൻഡറി പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത് 35% ആണ്. അതുപോലെ തന്നെ വിത്തൗട്ട് അഡീഷണൽ ഫീ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ FSI 2.5 ആണ്. വിത്ത് ഫീ ഇറ്റ് ഈസ് 3 ആണ്. അത് മറ്റ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൽ മാക്സിമം പെർമിസിബിൾ കവറേജ് 50% ആണ്. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ FSI എന്ന് പറയുന്നത് വിത്തൗട്ട് അഡീഷണൽ ഫീ 2.5ഉം വിത്ത് അഡീഷണൽ ഫീ 3ഉം ആണ്. അങ്ങനെ മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന C എന്ന് പറയുന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ കവറേജ് 50 ആണ്. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ FSI 2.5ഉം 3.5ഉം ആണ്. ഇനി കാറ്റഗറി D നോക്കുകയാണെങ്കിൽ അത് അസംബ്ലി ബിൽഡിംഗ് ആണ്. അസംബ്ലി ബിൽഡിങ്ങിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് 40%ഉം അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI വിത്തൗട്ട് അഡീഷണൽ ഫീ 1.5ഉം വിത്ത് അഡീഷണൽ ഫീ 2.5ഉം ആണ്. അതുപോലെ അടുത്ത കാറ്റഗറി ഓഫീസ് ബിൽഡിംഗ് ആണ്. ഓഫീസ് ബിൽഡിങ്ങിൽ 60% ആണ് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത്. അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. ഇനി F എന്ന് പറയുന്ന കാറ്റഗറിയിൽ മെർസൻഡൈൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് വരുന്നത്. അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ കവറേജ് 65% ആണ്. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ FSI എന്ന് പറയുന്നത് വിത്ത് അഡീഷണൽ ഫീ 4ഉം അതുപോലെ തന്നെ വിത്തൗട്ട് അഡീഷണൽ ഫീ 3ഉം ആണ്. ഇനി വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. അതിൽ G എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരുന്നത്. അതിൽ ഇൻഡസ്ട്രിയൽ 1 എന്ന് പറയുന്നത് G1 ആണ്. ഇൻഡസ്ട്രിയൽ 2 എന്ന് പറയുന്നത് G2 കാറ്റഗറിയാണ്. അപ്പോൾ G1 കാറ്റഗറിയിൽ നമുക്ക് കൊടുക്കുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് 60%ഉം അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI എന്ന് പറയുന്നത് 3.5 ആണ്. ഇനി G2 കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രിയൽ 2 ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൽ ഉള്ള മാക്സിമം പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത് 40% ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI 2.5ഉം 4ഉം ആണ്. ഇനി സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് H എന്ന് പറയുന്ന കാറ്റഗറി. 70% ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ്. അതുപോലെ തന്നെ അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI എന്ന് പറയുന്നത് വിത്തൗട്ട് അഡീഷണൽ ഫീസ് 3ഉം വിത്ത് അഡീഷണൽ ഫീ 4ഉം ആണ്. ഇനി 2 കാറ്റഗറിയും കൂടിയാണ് ബാക്കിയുള്ളത്. ഒന്ന് I എന്ന് പറയുന്ന കാറ്റഗറി. I എന്ന് പറയുന്നത് ഹസാർഡസ് ബിൽഡിംഗ് ആണ്. ഹസാർഡസ് ബിൽഡിങ്സിൽ വരുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത് 45%ഉം അവിടെയുള്ള FSI മാക്സിമം പെർമിസിബിൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് അഡീഷണൽ ഫീ മാത്രമാണുള്ളത്. അത് 1.2 ആണ്. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സ് കോംപ്ലക്സ് ആണ്, അതായത് J എന്ന് പറയുന്നൊരു കാറ്റഗറി. അപ്പോൾ ആ കാറ്റഗറിയിൽ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാക്സിമം പെർമിസിബിൾ കവറേജ് എന്ന് പറയുന്നത് 65%ഉം അവിടെയുള്ള മാക്സിമം പെർമിസിബിൾ FSI വിത്തൗട്ട് അഡീഷണൽ ഫീ 3ഉം വിത്ത് അഡീഷണൽ ഫീ 4ഉം ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ബിൽഡിംഗ് റൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ആസ് പെർ ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ വാല്യൂസ് ഓഫ് കവറേജ് ആൻഡ് FSI. അപ്പോൾ ഇത്തരം ഒക്യുപ്പൻസി ക്ലാസിഫിക്കേഷനിൽ ഡിഫറെൻറ്റ് ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സിലെല്ലാം തന്നെ ഈ വാല്യൂസ് നമുക്കുണ്ട്. കൺസിഡർ ചെയ്യുന്ന ബിൽഡിങ് ഏത് കാറ്റഗറി ആണ് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയ FSI ആ FSI വെച്ച് വേണം നമുക്ക് ഇത്രത്തോളം ഏരിയയിൽ നമുക്ക് ഇവിടെ ബിൽഡിംഗ് പണിയാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് FSI എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മളുടെ പ്ലോട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം
ബിൽഡിംഗ് ഏരിയ, ബിൽഡിംഗ് കവേർഡ് ഏരിയ നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. അതായത് മാക്സിമം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ നിൽക്കുന്ന ആ സ്ഥലത്തെ ആ സ്ട്രീറ്റിൻ്റെ മാക്സിമം വിഡ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് അവിടെയുള്ള ഒരു വിഡ്ത്ത് ഓഫ് റോഡ് എന്ന് പറയുന്നത് 6 to 9 മീറ്റർ ആണെങ്കിൽ അവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 to 12 മീറ്റർ ആണെങ്കിൽ അവിടെയുള്ള പെർമിസിബിൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ് ടു 13 മീറ്റർ. മോർ ദാൻ 12 മീറ്റർ ആണ് അവിടെയുള്ള വിഡ്ത്ത് ഓഫ് റോഡ് എങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അത് എത്ര നിലകളുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക. കോഡിൽ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ ആവറേജ് പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവൽ കണ്ടീജിയസ് ടു ദ ബിൽഡിംഗ്. അതായത് ഒരു ആവറേജ് ഗ്രൗണ്ട് ലെവൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഇൻ ദ കേസ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫ്ലാറ്റ് റൂഫാണ്. അതായത് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ആ ഫ്ലാറ്റ് റൂഫിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അവിടെ വരുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് പിച്ച്ഡ് റൂഫ്സ് ആൻഡ് ഗേബിൾ റൂഫ്, നമ്മൾ സ്ലോപ്പിംഗ് റൂഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു ആവറേജ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും മിഡ് പോയിന്റ് ബിറ്റ്വീൻ ഈവ്സ് ലെവൽ ആൻഡ് ദ റിഡ്ജ്. നമ്മുടെ സ്ലോപ്പിംഗ് റൂഫിലെ രണ്ട് ഭാഗങ്ങളായിരുന്നു, ഒന്ന് റിഡ്ജും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ, അതുപോലെ തന്നെ സ്ലോപ്പിംഗ് റൂഫിൻ്റെ ഏറ്റവും ബോട്ടം എന്നതാണ് ഈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ രണ്ടിൻ്റെയും മിഡ് പോയിന്റ് വരെയുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് അവിടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഡൂംഡ് റൂഫ് ആണെങ്കിൽ ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഡോം ആണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അവിടെ ബിൽഡിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓവർഹെഡ് ടാങ്ക്സ്, എയർ കണ്ടീഷനിങ് പ്ലാന്റ് റൂംസ്, ലിഫ്റ്റ് റൂംസ്, സെല്ലുലാർ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്, ടവർ സ്ട്രക്ചേഴ്സ്, ചിമ്നി തുടങ്ങിയ അത്തരം സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം തന്നെ ഹൈറ്റ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് ലൈനാണ്. ബിൽഡിംഗ് ലൈൻ മീൻസ് ലൈൻ അപ് ടു വിച്ച് ദ പ്ലിന്ത് ഓഫ് ദ ബിൽഡിംഗ് മേ ലോഫുള്ളി എക്സ്റ്റെൻഡ് വിത്തിൻ ദ പ്ലോട്ട് ഓൺ എ സ്ട്രീറ്റ് ഓർ ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ സ്ട്രീറ്റ്, നോ ഓവർ അലൗഡ് ബിൽഡിംഗ് ലൈൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബിൽഡിങ്ങിലെ എനി ബിൽഡിംഗ് ആക്ടിവിറ്റീസും വരാവില്ല. ബിൽഡിങ്ങിൻ്റെ ഒരു പ്രൊജക്ഷനും തന്നെ ആ ബിൽഡിംഗ് ലൈൻ അപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൺട്രോൾ ലൈനാണ് നമ്മുടെ ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിൽഡിംഗ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ബിൽഡിംഗ് ഓർ എനി സ്ട്രക്ചർ ഫ്രം ദ ബൗണ്ടറി ലൈൻ ഓഫ് ദ പ്ലോട്ട്. നമ്മുടെ ബൗണ്ടറി ലൈനിൽ നിന്നും നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഉള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ റിയർ സൈഡിൽ ബാക്ക് സൈഡിലെല്ലാം തന്നെ ഒരു മിനിമം സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് കോഡിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സം ഡിസ്റ്റൻസ് ഷുഡ് ബി കെപ്റ്റ് ബിറ്റ്വീൻ റോഡ് ലൈൻ ആൻഡ് എ പ്ലിന്ത് ഓഫ് എ ബിൽഡിംഗ് പാരലൽ ടു ദ റോഡ് ലൈൻ. അതായത് റോഡ് ലൈനിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഉണ്ടാവാൻ പാടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ വൈഡനിങ് ഓഫ് ദ റോഡ് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിൽ റോഡിൻ്റെ വൈഡനിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ലാൻഡും കൂടി കൺസ്യൂം ചെയ്യേണ്ടത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ആ ബിൽഡിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ 1.5 മീറ്റർ സെറ്റ് ബാക്ക് ഫോർ റോഡ് അപ് ടു 12 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12 മീറ്റർ വരെ വിഡ്ത്തുള്ള റോഡിൽ 1.5 മീറ്റർ ആണ് നമ്മളിവിടെ സെറ്റ് ബാക്ക് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 മീറ്റർ സെറ്റ് ബാക്ക് ഫോർ ദ റോഡ് വൈഡർ ദാൻ 12 മീറ്റർ. 12 മീറ്ററിനേക്കാൾ കൂടുതലാണ് വിഡ്ത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് 2 മീറ്റർ വരെ കൊടുക്കാം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻറ്റ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് land for widening of roads in future and availability of sufficient side distance at road crossings, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സ്പേസ് ഫോർ പാർക്കിംഗ്, അവൈലബിലിറ്റി ഓഫ് നെസസറി പ്രൈവസി, അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് അൺവാണ്ടഡ് നോയ്സ്. അപ്പോൾ നമ്മൾ ഇത്തരം സെറ്റ് ബാക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഉറപ്പ് വരുത്തുന്നത്? നമുക്ക് ഫ്യൂച്ചറിൽ റോഡ് വൈഡനിങ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഫീഷ്യൻറ്റ് സൈഡ് ഡിസ്റ്റൻസ് അറ്റ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നെസസറി പ്രൈവസി തരുന്നുണ്ട്. പിന്നെ അൺവാണ്ടഡ് നോയ്സിൽ നിന്നും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ റോഡിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ മറ്റും ചുറ്റും തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്ന സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഹെഡ് റൂം എന്ന് പറയുന്നത്
ഇറ്റ് ഇസ് എ ക്ലിയർ ഹൈറ്റ് ഫ്രം ടോപ്പ് ഓഫ് ദ ഫ്ലോർ ടു ബോട്ടം ഓഫ് സീലിംഗ്. നമ്മുടെ ഫ്ലോറിൻ്റെ ടോപ്പ് മുതൽ മുകളിലെ സീലിങ്ങിൻ്റെ ബോട്ടം വരെയുള്ള ഒരു ക്ലിയർ സ്പേസിനെയാണ് നമ്മൾ ഹെഡ് റൂം എന്ന് പറയുന്നത്. ഇവിടെ മിനിമം ഹെഡ് റൂം ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ മിനിമം 2.75 മീറ്റർ ആണ് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൽ 3.6 മീറ്റർ ആണ്. അതിൽ കോൾഡ് ഏരിയ ആണെങ്കിൽ 3 മീറ്ററുമാണ്. ഇനി ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിലാണെങ്കിൽ 3.6 മീറ്റർ ആണ്. ഫോർ എ സി ഒക്കെ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ 3 മീറ്റർ ആണ് ഇവിടെ ഹെഡ് റൂം എന്ന് പറയുന്നത്. അടുത്തത് മെസനൈൻ ഫ്ലോർ ആണ്. മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അഡീഷണൽ ഫ്ലോർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് ഫ്ലോർ. നമ്മൾ 2 ഫ്ലോറുകൾക്ക് ഇടയിൽ അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്ലോറാണ് മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയയും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും എല്ലാം തന്നെ സ്പെസിഫൈകളിൽ ഇറ്റ്സ് ഏരിയ ഷുഡ് ബി ലെസ് ദാൻ 1/3 ഓഫ് പ്ലിന്ത് ഏരിയ. നമ്മുടെ പ്ലിന്ത് ഏരിയയുടെ 1/3 കുറവായിരിക്കണം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെസനൈൻ ഫ്ലോറിൻ്റെ ഏരിയ. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 2.2 മീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് കിച്ചൺ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിവൈഡഡ്. ഓക്കെ, അവിടെ വരുന്ന മെസനൈൻ ഫ്ലോർ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു മെസനൈൻ ഫ്ലോർ ഷുഡ് നോട്ട് ബി ഡിവൈഡഡ്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി വെന്റിലേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 9.5 മീറ്റർ സ്ക്വയർ ഇഫ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ബി യൂസ്ഡ് ആസ് എ ഹാബിറ്റബിൾ റൂം. നമ്മൾ ആ ഒരു മെസനൈൻ ഫ്ലോർ ഒരു റൂമായിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ മിനിമം ഒരു 9.5 മീറ്റർ സ്ക്വയറുമെങ്കിലും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് ഹാവിംഗ് മിനിമം ഹാഫ് ദ ക്ലിയർ ഫ്ലോർ ഏരിയ ഹൈറ്റ് ഓഫ് ദ ബേസ്മെൻറ്റ് ഓഫ് സെല്ലാർ ബിലോ ആവറേജ് ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ടഡ് ഇൻ മാർജിൻസ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ടൈംസ് ദ ഏരിയ ഓഫ് പ്ലിന്ത് ഓർ പ്ലോട്ട് വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഏരിയ ഓഫ് ദ പ്ലിന്തിന് 2 ടൈംസ് ദ ഏരിയ ഓഫ് ദ പ്ലിന്തോ അല്ലെങ്കിൽ പ്ലോട്ട് ഏരിയയുടെ 2 ടൈംസോ അതിനേക്കാൾ കുറവായിരിക്കണം നമ്മുടെ ഏരിയ ഓഫ് ദ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂസ് ഓഫ് വുഡ് ആസ് സ്ട്രക്ചറൽ മെമ്മറീസ് നോട്ട് പെർമിറ്റഡ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബേസ്മെൻറ്റ് ഫ്ലോറിൽ പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അവിടെ ഇറ്റ് ഷുഡ് വാട്ടർ ഓർ ഡ്രെയിനേജ് ലൈൻസ്. പിന്നെ അവിടുത്തെ ഡെപ്ത് ഓഫ് ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററേക്കാൾ കൂടാൻ പാടില്ല. അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെ 1.5 മീറ്ററേക്കാൾ കൂടാൻ പാടില്ല. പിന്നെ പെർമിഷൻ ക്യാൻ ബി ഗ്രാൻഡഡ് ഫോർ അതർ ബേസ്മെൻറ്റ് ബിലോ ഫോർ പാർക്കിംഗ് പർപ്പസ് ബട്ട് ടോട്ടൽ ഡെപ്ത് ഷുഡ് നോട്ട് എക്സീഡ് 6 മീറ്റർ. നമുക്ക് ചില ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്, അതായത് പാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ബേസ്മെൻറ്റ് ഫ്ലോർ യൂസ് ചെയ്യാം, പക്ഷേ അവിടെ 6 മീറ്ററേക്കാൾ കൂടുതൽ ഡെപ്ത് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ.